CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, AG ജോർജ്, സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നിവരാണ് നമുക്കൊപ്പം അതിഥികൾ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എൻ്റെ ചോദ്യം ഇതായിരുന്നു: നിലവിൽ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിന് സ്റ്റേ ഇല്ലാത്തത് സർക്കാരിനുള്ളൊരു തിരിച്ചടിയാണോ? ഗവർണർ പറഞ്ഞത് ശരിവെച്ചുകൊണ്ടാണോ ഹൈക്കോടതിയുടെ തീരുമാനം? ഒരിക്കലുമില്ല. ഒരു കാര്യം, ബംഗാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു? ബംഗാളിലെ സർക്കാരിനോട് കലഹിച്ചുകൊണ്ട് ബംഗാൾ ഗവർണർ അവിടുത്തെ ചാൻസലറായി പ്രവർത്തിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കൂ, നിങ്ങൾ ഒരുമിച്ചിരിക്കൂ. അത് ഈ രാജശ്രീയുടെ നിയമനത്തിന് ശേഷമല്ലേ, അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാല കേസിൻ്റെ വിധിക്ക് ശേഷമല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതല്ല എന്ന് സുപ്രീം കോടതി കരുതുന്നുണ്ടെന്നാണോ ഈ വിഡ്ഢിയാസുരന്മാർ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഇവിടെ പറയുന്നത് കേട്ടു, ഇതൊന്നും ഭരണഘടനയില്ലെന്ന്. ആദ്യം ഭരണഘടന വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കത്തിക്കാൻ നടക്കുന്നവർ വായിക്കുമോ? BJPക്കാരത് വായിക്കുമോ? മനുസ്മൃതി സ്ഥാപിക്കാൻ നടക്കുന്നൊരു ഭരണഘടന വായിക്കുമോ? ഭരണഘടനയിൽ നമ്മുടെ സംസ്ഥാന പട്ടിക 25, ആ സംസ്ഥാന പട്ടികയിൽ സംസ്ഥാന സർവകലാശാലകൾ ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരുടെ ലിസ്റ്റിലാണ് എന്നൊന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ മേലെ ഏതെങ്കിലും നിയമം ഉണ്ടാക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ? അതുകൊണ്ട് കേരള നിയമസഭ പാസ്സാക്കിയ നിയമപ്രകാരമാണ് കേരള സംസ്ഥാനത്തെ സർവകലാശാലയ്ക്ക് ചാൻസലർ വന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായതുകൊണ്ട് സർവകലാശാലയെ ഓട് പൊളിച്ച് വന്നയാളല്ല. ആ നിയമം പ്രവർത്തിക്കണം, ആ നിയമപ്രകാരം പ്രവർത്തിക്കണം. ആ നിയമത്തിൽ ഇപ്പോഴുള്ളതനുസരിച്ചാണെങ്കിൽ പോലും ഈ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ചെയ്തതെല്ലാം തോന്നിയവാസമാണ്. ഇനി അതല്ല, കേരള നിയമസഭ അവസാനം പാസ്സാക്കിയ നിയമപ്രകാരമാണെങ്കിൽ ഇതൊന്നും നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ സങ്കീർണത എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റിന് മറുപടിയില്ല. UGC നിയമത്തിൽ വൈസ് ചാൻസലർ നിയമനത്തിന് അധികാരമാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? UGC ചട്ടങ്ങളിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അതിന് സർക്കാരിന്റെ അധികാരമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ അധികാരവും UGCയിൽ പറയുന്നില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ആ പാനലിൽ ഒരാളെ നിയമിക്കുന്നു ചാൻസലർ. അതാണല്ലോ ചട്ടം. അല്ലല്ല, അങ്ങനല്ല, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ആദ്യം ഒന്ന് പറയുന്നത് മനസ്സിലാക്കൂ ദയവായി. ഒന്ന്, 2018 UGC നിയമ ഭേദഗതിയിലാണ് UGCയുടെ ഒരു നോമിനി വേണമെന്ന് പറഞ്ഞത്. അതെന്തിനാണ്? അക്കാഡമിക്കായ സർവകലാശാല ഉയർത്താനാണ്, ഭരണപരമായിട്ടല്ല. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. അതിന് ബഡ്ജറ്റ് പണം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. സോ അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ചുമതല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭയുടെ മേലെ പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മന്ത്രിസഭയ്ക്ക് ജനങ്ങളോടാണ് ഉള്ളത്. അത് നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? കേരളത്തിലെ ജനങ്ങൾ സർവകലാശാലയിൽ കുഴപ്പം വന്നാൽ ചാൻസലറോട് പോയി ചോദിക്കുമോ? മന്ത്രി ഉത്തരം പറയണേ. പിന്നെ എന്തിനാ മന്ത്രി? എന്തിനാ ഉന്നത വിദ്യാഭ്യാസത്തിന്? അപ്പോൾ ആ പ്രവർത്തനം എങ്ങനെ നടത്തണം? അതാണ് സർവകലാശാല നിയമങ്ങൾ സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയെടുത്ത് പറയുന്നത്. എന്താണ് നിയമം? ഒരു ഗവർണർ ചാൻസലറുടേതായിരിക്കണം, ഒരെണ്ണം സിൻഡിക്കേറ്റേതായിരിക്കണം. ഇനി അടുത്ത ചോദ്യം, ചാൻസലർ എങ്ങനെ നോമിനിയെ കണ്ടെത്തുന്നു? അദ്ദേഹം വന്ന സ്ഥലത്തുനിന്ന് വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റുമോ ചാൻസലർക്ക് നോമിനിയായിട്ട്? ആ നോമിനിയെ കണ്ടെത്തുന്ന പ്രക്രിയ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടായിരുന്നു. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ആ പ്രക്രിയയിൽ പറയാം അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. ഒരു ചാൻസലർ എങ്ങനെയാണ് നോമിനിയെ കണ്ടെത്തുന്നത്? ചാൻസലർ നോമിനിയെ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കണം. ശാഖ പോയിട്ട് 4 ആളെ കൊണ്ടുവന്നാൽ മതിയോ? അതാ പറയുന്നത്. ഞാൻ പറയാം. ഒരു ഗവർണറായി പ്രവർത്തിക്കുന്ന ഒരാൾ ഇല്ല, തീരത്തില്ല. അപ്പോൾ ഓട്ടോണമി ഈ ചാൻസലർ ഇടപെട്ട തീരുകയല്ലേ? ഇയാൾ രാഷ്ട്രീയക്കാരനല്ലേ? 8 രാഷ്ട്രീയ പാർട്ടികൾ കാലുമാറി വന്ന് ഹവാല കേസിലും ക്രിമിനലായി നിന്ന് നമ്മുടെ എന്നാ ഭരണഘടന? അല്ലല്ല, അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭരണഘടനാപരമായി ഗവർണർ രാഷ്ട്രീയക്കാരനല്ല, ചാൻസലർ രാഷ്ട്രീയക്കാരനാണ്.
എന്നാ ആ കളി കേരളത്തിൽ വേണ്ട. കുന്തവും കുടച്ചക്രവും. അല്ലല്ല, കുന്തവും അഡ്വക്കേറ്റ് കുടച്ചക്രവുമാണ്. നോക്കൂ. ആ കുന്തവും കുടച്ചക്രവുമാണ്. ഇതൊക്കെ ഒരു ഐഡിയലായ ആ സാഹചര്യത്തിൽ കുന്തവും വർക്ക് ചെയ്യുന്ന കുടച്ചക്രവുമാണ് ഒന്നാണ്. ഭരണഘടന. ഇതുവരെയും അതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ഭരണഘടന സംഭവിച്ചു കുടച്ചക്രം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഒരു ചാൻസലർക്ക് നിയമപ്രകാരം നരേന്ദ്രമോദി അധികാരം പ്രയോഗിക്കുന്നതിൽ ആ ചാൻസലർ എന്തൊരു സ്നേഹം ഭരണഘടനയോട്. ആ ചാൻസലർ മുന്നോട്ട് എന്തൊരു പോകണമെന്ന് സ്നേഹം നമുക്ക് പറയുന്ന ഭരണഘടനയോട്. കാര്യമില്ല. നിയമപ്രകാരം ചാൻസലർക്ക് എവിടെ വരെ പോകാമോ അത്രയും വരെ അദ്ദേഹം പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഫിഡന്റ് ആയി പറയുന്നത് നിയമം എനിക്കൊപ്പമാണ്, സുപ്രീം കോടതി വിധി എനിക്കൊപ്പമാണ്. ഒരിക്കലും മാറാമില്ല. ഇല്ലില്ല. ഇനി അടുത്ത പോയിന്റ് ഈ കണ്ണൂർ സർവകലാശാലയുടെ കേസിലെ വിധി ആ കേസിന് മാത്രം ബാധകമാണ്. കണ്ണൂർ സർവകലാശാലയുടെ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സാമ്യവും മറ്റേ സർവകലാശാലയ്ക്കില്ല. ഇനി കണ്ണൂർ സർവകലാശാല തന്നെ പുനർനിയമനം നടത്തിയത് മഹാകുറ്റമാണെങ്കിൽ മോഹൻ കുന്ദുമേനോനെ പുനർനിയമനം നടത്തിയത് അതിൻ്റെ ശുപാർശ എവിടുന്ന് വന്നു? ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ ഉദിച്ച ഒരു ശുപാർശയാണ് പുനർനിയമനത്തിലേക്ക് പോകുന്നതെങ്കിൽ എവിടെയാണ് ഡ്യൂ പ്രോസസ്? അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ചവിട്ടിയരയ്ക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കാനും ആരെയെങ്കിലും ചുമന്നുകൊണ്ട് മോദി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ ചുമന്നുകൊണ്ട് തിരിച്ചു പോകണം. ശരി, ഈ കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ശരി, പ്രൊഫസർ എ ജി ജോർജ്, ധനകാര്യ ഫെഡറലിസത്തെ തകർക്കാൻ ഒരു മിനിറ്റിൽ താഴെ മാത്രമേ സമയം നമുക്കുള്ളൂ. ഫെഡറലിസത്തെ തകർക്കാനും നിലവിൽ ഈ പോരാട്ടത്തിൽ ഇരുവരും പിന്മാറുകയും സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ ചാൻസലറായ ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ലേ സർവകലാശാലകളുടെയും വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ ആരോഗ്യത്തിന് നല്ലത്? ഡോക്ടർ അരുൺ പൂർണ്ണമായിട്ട് അരുൺ പറഞ്ഞതാണ് ഒരു പരിഹാരം മാർഗം. പക്ഷേ അത് പ്രായോഗികമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊന്ന് പറയാൻ സമ്മതിക്കുമോ ഡോക്ടർ അരുൺ? ഞാനൊന്ന് പറയാൻ സമ്മതിക്കുമോ? ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരത്തിലാണ്. കാരണം ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ഡിഫെൻസീവായി അദ്ദേഹം ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള ഒരു ഏതെങ്കിലും നിർദ്ദേശം വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇഞ്ച് പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിടിവാശിയുമായി മുന്നോട്ട് പോകുന്തോറും ഉന്നത വിദ്യാഭ്യാസത്തിലെ വിദ്യാർത്ഥികളുടെയും സർവകലാശാലകളുടെയും അക്കാദമിക് അന്തരീക്ഷത്തെയായിരിക്കും അത് ബാധിക്കുക എന്നതും വ്യക്തമാണ്.